12th chapter Thermodynamics Part 2 Heat Engine works based on second law of thermodynamics. അപ്പോൾ heat engine എന്തിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത്? second law of thermodynamics നെ ബേസ് ചെയ്തിട്ട്. Heat energy is converted into mechanical energy. ഒരു heat engine ൽ ഏത് എനർജി കൺവേർഷൻ ആണ് നടക്കുന്നത്? heat energy to mechanical energy. Ideal heat engine is Carnot engine. അപ്പോൾ ഒരു ideal heat engine ന്റെ പേര് പറയാൻ പറഞ്ഞാൽ നമ്മൾ ഏതാ എഴുതുക? Carnot engine. ഇനി Carnot engine ന്റെ മെയിൻ പാർട്സ് നോക്കാം. ഫസ്റ്റ് വൺ സോഴ്സ്, അത് അറ്റ് ഹയർ ടെമ്പറേച്ചർ T1 ലാണ്. രണ്ടാമത്തത് സിങ്ക്, ഇറ്റ് ഈസ് അറ്റ് ലോവർ ടെമ്പറേച്ചർ T2. തേർഡ് വൺ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ഫോർത്ത് വൺ വർക്കിംഗ് സബ്സ്റ്റൻസ്. ഇവിടെ വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഐഡിയൽ ഗ്യാസ് ഇൻ എ സിലിണ്ടർ ആണ്. സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് കാർനോട്ട് എഞ്ചിൻ ആണ്. അതിന്റെ മെയിൻ പാർട്സ് ആണ് നമ്മൾ പറഞ്ഞത്. സോഴ്സ് അറ്റ് ഹയർ ടെമ്പറേച്ചർ T1, ഹോട്ട് റിസർവോയർ എന്ന് എഴുതിയിട്ടുണ്ട്. സിങ്ക് അറ്റ് ലോവർ ടെമ്പറേച്ചർ T2, കോൾഡ് റിസർവോയർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് വരുന്നത്. ഇവിടെ നിന്ന് ഹോട്ട് റിസർവോയറിൽ നിന്ന് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ Q1 ഹീറ്റ് എടുക്കുന്നു, W വർക്ക് നമ്മൾ മുകളിലേക്ക് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് റിമൈനിങ് ഹീറ്റ് Q2 കോൾഡ് റിസർവറിലേക്ക് കൊടുക്കുന്നു. ഇതാണ് വരുന്നത്. അപ്പോൾ ആരോ മാർക്ക് നോക്കുക, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ഇവിടെ വരുന്നത്. ഇവിടെ അത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്, ഇവിടെ താഴെ നിന്ന് മുകളിലേക്കാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ആ ആരോ മാർക്കിന്റെ ഡയറക്ഷൻ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ കാർനോട്ട് സൈക്കിള്, അതിലെ 4 പ്രോസസ്സുകൾ ഏതൊക്കെ നോക്കുക കാർനോട്ട് എഞ്ചിനിലെ അല്ലെങ്കിൽ കാർനോട്ട് സൈക്കിളിലെ. ഒന്നാമത്തത് ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയാബാറ്റിക് കംപ്രഷൻ. അതേ ഓർഡറിൽ തന്നെ പഠിക്കണം, അതേ ഓർഡറിലാണ് ആ പ്രോസസ്സ് വരുന്നത്. കാർനോട്ട് സൈക്കിളിന്റെ ഫിഗർ ആണിത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു PV ഡയഗ്രാം ആണ്. P ഉണ്ട്, അതുപോലെ തന്നെ V ഉണ്ട്. ഇവിടെ ഏതാ പ്രോസസ്സുകൾ വരുന്നത്? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ പ്രോസസ്സ് ഐസോതെർമൽ കംപ്രഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് വരുന്നുണ്ട് അഡിയാബാറ്റിക് കംപ്രഷൻ. അപ്പൊ ഇവിടെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നത് P1 V1 T1 ൽ നിന്ന് എന്താകുന്നു P2 V2 T1 ആകുന്നു. ഇവിടെ ടെമ്പറേച്ചർ T1 തന്നെയാണ്, കാരണം ഐസോതെർമൽ പ്രോസസ് ആണ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി P2 V2 T1 എന്തായിട്ട് മാറി? ഇവിടെ P3 V3 T2 ആയി. പിന്നെ P3 V3 T2 ഇവിടെ എന്തായി മാറി? P4 V4 T2 ആയിട്ട് മാറി. ഇവിടെ അതേ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് വരുന്നത്, ഐസോതെർമൽ പ്രോസസ് ആയതുകൊണ്ട്. പിന്നെ P4 V4 T2 എന്നുള്ളത് P1 V1 T1 ആയി. ഇതാണ് ആ പ്രോസസ്സ് വരുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തരും, തന്നിട്ട് നമ്മളോട് ചോദിക്കും, ഫിഗർ തന്നതിന് ശേഷം ഏതെങ്കിലും ഒരു പോർഷൻ അടയാളപ്പെടുത്തും. ആ പോർഷന് ഏത് പ്രോസസ് ആണെന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ ചിത്രം വരയ്ക്കാൻ വേണ്ടി പറയാറുണ്ട്. 4 പ്രോസസ്സുകളുടെ പേര് ചോദിക്കാറുണ്ട്. വർക്കിംഗ് ഓഫ് കാർനോട്ട് എഞ്ചിൻ. കാർനോട്ട് എഞ്ചിന്റെ ഫിഗർ നമുക്കറിയാം. ഫസ്റ്റ് പ്ലേസ് ദ സിലിണ്ടർ ഓൺ ദ സോഴ്സ്. നമ്മൾ പറഞ്ഞു, പിന്നെ ഇതില് എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഐഡിയൽ ഗ്യാസിന്റെ സിലിണ്ടർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ ഐഡിയൽ ഗ്യാസ് ഉള്ള സിലിണ്ടറിനെ ആദ്യം എവിടെ കൊണ്ടുവച്ചു? സോഴ്സിൽ കൊണ്ടുവച്ചു. സോഴ്സിൽ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് ഫസ്റ്റ് പ്രോസസ് നടക്കും. ഏതാണ് ഫസ്റ്റ് പ്രോസസ്? ഐസോതെർമൽ എക്സ്പാൻഷൻ ടേക്സ് പ്ലേസ്. ഇനി രണ്ടാമത് അതിനെ എവിടെ കൊണ്ടുവയ്ക്കുന്നത്? ദെൻ ദ സിലിണ്ടർ ഈസ് പ്ലേസ്ഡ് ഓൺ ദ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ഇവിടെ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ നമ്മൾ കൊണ്ടുവയ്ക്കുന്നു. അപ്പൊ സെക്കൻഡ് പ്രോസസ് ഏതായിരുന്നു? അത് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ടേക്സ് പ്ലേസ്. ഇനി മൂന്നാമത് നമ്മൾ എന്താ ചെയ്യുന്നത്? ദെൻ പ്ലേസ് ദ സിലിണ്ടർ ഓൺ ദ സിങ്ക് ആൻഡ് കംപ്രസ് ദ ഗ്യാസ്. അപ്പൊ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ സിങ്കിൽ കൊണ്ടുവയ്ക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്യാസിനെ കംപ്രസ് ചെയ്യുന്നു. അപ്പൊ ഏത് പ്രോസസ്സാണ് നടക്കുന്നത്? മൂന്നാമത്തെ പ്രോസസ്സ് നടക്കുന്നു. ഏതാണത്? ഐസോതെർമൽ കംപ്രഷൻ ടേക്സ് പ്ലേസ്. അടുത്തത് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ദെൻ പ്ലേസ് ദ സിലിണ്ടർ ഓൺ ദ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ആൻഡ് കംപ്രസ് ദ ഗ്യാസ് അഗൈൻ. അപ്പൊ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ വീണ്ടും ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ കൊണ്ടുവയ്ക്കുന്നു, വീണ്ടും കംപ്രസ് ചെയ്യുന്നു. അപ്പൊ നാലാമത്തെ പ്രോസസ്സ് നടക്കും. ഏതാണത്? അഡിയാബാറ്റിക് കംപ്രഷൻ ടേക്സ് പ്ലേസ്. അപ്പൊ ഓരോന്നിലും ഓരോ പ്രോസസ്സുകളാണ് നടക്കുന്നത്. ആദ്യം സിലിണ്ടറിനെ നമ്മൾ സോഴ്സ് കൊണ്ടുവച്ചു, ഐസോതെർമൽ എക്സ്പാൻഷൻ, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ കൊണ്ടുവച്ചു, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, സിങ്കിൽ കൊണ്ടുവച്ചു, കംപ്രസ് ചെയ്തു, ഐസോതെർമൽ കംപ്രഷൻ, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ കൊണ്ടുവച്ചു, വീണ്ടും കംപ്രസ് ചെയ്തു. അപ്പൊ ലാസ്റ്റ് പ്രോസസ് ഏതാണ്? അഡിയാബാറ്റിക് കംപ്രഷൻ. ഇതാണ് വർക്കിംഗ് ഓഫ് കാർനോട്ട് എഞ്ചിൻ.
ഇനി വർക്ക് ഡൺ ഇൻ കാർനോട്ട് എഞ്ചിൻ. കാർനോട്ട് എഞ്ചിനിൽ ചെയ്യപ്പെടുന്ന വർക്ക് 4 പ്രോസസ്സുകളാണ് ഉള്ളത്. ആദ്യത്തെ പ്രോസസ്സ് ഐസോതെർമൽ എക്സ്പാൻഷൻ. അതിന്റെ വർക്ക് ഡൺ നമ്മൾ ഡിറൈവ് ചെയ്യുന്നുണ്ട്. W1 is equal to RT1 log V2 by V1. ഇനി അഡയാബാറ്റിക് എക്സ്പാൻഷൻ ആണ് അടുത്ത ഇത് വരുന്നത്. ഫസ്റ്റ് ഐസോതെർമൽ എക്സ്പാൻഷൻ, അതിന്റെ കഴിഞ്ഞു. പിന്നെ അഡയാബാറ്റിക് എക്സ്പാൻഷൻ. W2 is equal to R divided by 1 minus gamma into T2 minus T1. ഇത് നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. മൂന്നാമത്തെ പ്രോസസ്സ് ഐസോതെർമൽ കംപ്രഷൻ. ഐസോതെർമൽ കംപ്രഷൻ ആകുമ്പോൾ W3 is equal to RT2 log V3 by V4. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ T1 എന്നുള്ളത് T2 ആയിട്ട് മാറി. അതുപോലെ തന്നെ വോളിയംസ് V3യും V4ഉം ആയി. നമ്മൾ ആ കാർനോട്ട് സൈക്കിളിൽ കണ്ടതാണ്. ലാസ്റ്റ് പ്രോസസ്സ് ഫോർ അഡയാബാറ്റിക് കംപ്രഷൻ നമുക്ക് എന്ത് കിട്ടി? W4 is equal to R divided by 1 minus gamma into T2 minus T1. ഇനി ടോട്ടൽ വർക്ക് ഡണ്ണിന് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആഡ് ചെയ്യാണ്. ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ എക്സ്പാൻഷൻസ് രണ്ടും പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ കംപ്രഷൻസ് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ W2ഉം W4ഉം ഈക്വൽ ആണ്. അപ്പൊ അത് ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ വരുന്ന ഏതാണ്? W1ഉം W3 മാത്രമാണ് വരുന്നത്. അപ്പൊ ടോട്ടൽ വർക്ക് ഡണ്ണിനുള്ള ഫോർമുല എന്തായി? W is equal to RT1 log V2 by V1 minus RT2 log V3 by V4. ഇനി എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ. എന്താണ് എഫിഷ്യൻസി കാണാനുള്ള ഫോർമുല? ഈറ്റ ഈസ് ഈക്വൽ ടു, എഫിഷ്യൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഈറ്റയാണ്. ഈറ്റ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അപ്പൊ ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതാണ് വരുന്നത്? W ആണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹീറ്റ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു W by Q1. Q1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഈ ഹോട്ട് റിസർവയറിന്റെ ഹീറ്റ് ആണ് വരുന്നത്. ഇനി നമ്മൾ ഡബ്ല്യുവിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഈറ്റ ഇസ് ഈക്വൽ ടു Q1 മൈനസ് Q2. W എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വർക്ക് ഡൺ, ഇവിടുന്ന് ഹീറ്റ് എടുക്കുന്നു, വർക്ക് ചെയ്യുന്നു, ബാക്കിയുള്ള അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പൊ W എന്ന് പറഞ്ഞാൽ ഇതേ Q1 മൈനസ് Q2 ആണ്. ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്കറിയാം Q1 by Q1 മൈനസ് Q2 by Q1 എഴുതാം. Q1 by Q1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ ഈ ഈറ്റയ്ക്കുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് Q2 by Q1. ഇനി Q2 എന്ന് പറഞ്ഞാൽ W2 ആണ്. അതിന്റെ വാല്യൂ നമുക്കറിയാം RT2 log V3 by V4 ആണ്. Q1 എന്ന് പറഞ്ഞാൽ W1 ആണ്. RT1 log V2 by V1 ആണ്. ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് R ക്യാൻസൽ ചെയ്യും. അതുപോലെ തന്നെ log V3 by V4 log V2 by V1 ഈക്വൽ ആയതുകൊണ്ട് അതും ക്യാൻസൽ ചെയ്യും. പിന്നെ ബാക്കി വരുന്നത് T2 by T1 ആണ്. അപ്പൊ Q2 by Q1 പകരം നമ്മൾ T2 by T1 കൊടുക്കും. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറി? എഫിഷ്യൻസി ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് T2 by T1. അപ്പോൾ എഫിഷ്യൻസിക്ക് രണ്ട് ഫോർമുല കിട്ടി. ഏതൊക്കെയാണ്? എഫിഷ്യൻസി ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് Q2 by Q1, അതുപോലെ തന്നെ എഫിഷ്യൻസി ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് T2 by T1. ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്യുന്ന സമയത്ത് Q2 by Q1 എന്തിന് ഈക്വൽ ആയിരിക്കും? T2 by T1 ഈക്വൽ ആയിരിക്കും. Q2 by Q1 is equal to T2 by T1. ഇനി റെഫ്രിജറേറ്റേഴ്സ് ആൻഡ് ഹീറ്റ് പമ്പ്സ് അതിന്റെ ഫിഗർ ആണ്. ഈ ഫിഗറിൽ നേരത്തെ നമ്മൾ കാർനോട്ട് എഞ്ചിനിൽ നമ്മൾ പറഞ്ഞു ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ആരോ മാർക്ക് വന്നത്. എന്നാൽ ഇവിടെ നോക്കൂ, ആരോ മാർക്ക് വരുന്നത് റൈറ്റിൽ നിന്ന് എങ്ങോട്ടാണ്? ലെഫ്റ്റിലേക്കാണ് ഇവിടെ വന്നത്. ഇവിടെ ആരോ മാർക്ക് ലെഫ്റ്റിലേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ വർക്ക് ഡൺ എന്താണ്? താഴത്തേക്കാണ് ആരോ മാർക്ക് വരുന്നത്. അപ്പൊ ഈ ആരോ മാർക്ക് നോക്കിയിട്ടാണ് നമ്മൾ ഫിഗർ മനസ്സിലാക്കുക റെഫ്രിജറേറ്റർ ആണോ അല്ലെങ്കിൽ കാർനോട്ട് എഞ്ചിൻ ആണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. A refrigerator is the reverse of heat engine. ഹീറ്റ് എഞ്ചിന്റെ നേരെ റിവേഴ്സ് ആണ് എന്ത് വരുന്നത്? റെഫ്രിജറേറ്റർ വരുന്നത്. ഇവിടെ എങ്ങനെ വർക്കിംഗ് നോക്കാം. ഹിയർ വർക്കിംഗ് സബ്സ്റ്റൻസ് എക്സ്ട്രാക്ട്സ് Q2 from cold reservoir at temperature T2. Some external work W is done on it and the heat Q1 is released to the hot reservoir at temperature T1. എന്ന് പറഞ്ഞാൽ W വർക്ക് ഉപയോഗിച്ചിട്ട് T2 ടെമ്പറേച്ചറിലുള്ള കോൾഡ് റിസർവോയറിൽ നിന്ന് Q2 ഹീറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ T1 ടെമ്പറേച്ചറിലുള്ള ഹോട്ട് റിസർവോയറിലേക്ക് Q1 ഹീറ്റ് എന്ത് ചെയ്യാണ്? സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ കോൾഡ് റിസർവോയറിൽ നിന്ന് വർക്കിന്റെ സഹായത്തോട് കൂടിയിട്ട് ഹോട്ട് റിസർവോയറിലേക്ക് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു. അതാണ് റെഫ്രിജറേറ്ററിന്റെ വർക്കിംഗ് വരുന്നത്. ഒരിക്കൽ കൂടി വായിക്കാതെ, ഹീറ്റ് ഫ്രം here working substance extracts heat Q2 from the cold reservoir at temperature T2. Some external work W is done on it and heat Q1 is released to the hot reservoir at temperature T1. ഇനി ഇതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് കാണാനുള്ള ഫോർമുല
ആൽഫ ഇസ് ഈക്വൽ ടു Q1 by Q2, Q2 by W, coefficient of performance alpha is equal to ഏതാ വരുന്നത് Q2 divided by W is equal to Q2 divided by W ന്റെ വാല്യൂ Q1 minus Q2. അപ്പോൾ Q2 ന് പകരം നമുക്ക് T2 കൊടുക്കാം, Q1 ന് പകരം T1 കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറി T2 by T1 minus T2. അപ്പോൾ കോയിഫിഷ്യന്റ് ഓഫ് പെർഫോമൻസിന്റെ ഫോർമുല ഒരിക്കൽ കൂടി ആൽഫ is equal to Q2 by W is equal to Q2 by Q1 minus Q2 is equal to T2 minus T2 divided by T1 minus T2. ഇത് ഈ പിന്നെ കോയിഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഫോർമുല മാത്രം ചോദിച്ചിട്ടുണ്ട്, പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക.